ഇതൊന്ന് കണ്ടോക്ക്. നിങ്ങളിത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ഷെബിൻ ഇന്നേ വരെ എനിക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാനോ ഒന്നും പുള്ളിക്കാരനെ അറിയില്ലായിരുന്നു. ഐ വാസ് ലൈക്ക് ഓക്കെ, എല്ലാവർക്കും എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറച്ചധികം സ്ട്രെസ്ഡ് ആയിരുന്നു. വ്ളോഗ്സ് ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല, ഫുഡൊന്നും വെക്കാറുണ്ടായിരുന്നില്ല, കുറച്ചധികം സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടായിരുന്നു, 8-10 കിലോയും കൂടിയിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ച് സീനായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തതാണ് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോവാന്ന്. അങ്ങനെ അവസാനം ഞങ്ങളിങ്ങനെ ചുമ്മാ കാറെടുത്ത് ഇറങ്ങി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആശാൻ ഇതെല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തൊന്നും അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കറുത്ത കൈകളുണ്ടായിരുന്നു എന്നുള്ളതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് മന്ദബുദ്ധി ആക്ടിങ് ഓൾ മന്ദബുദ്ധി തരും. നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓസ്കാർ കൊടുക്കാനൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും ഐ ആം സോ ഹാപ്പി. എൻ്റെ ഇത്രയും ദിവസത്തെ ഈ ഒരു പ്രാന്ത് പിടിച്ച ദിവസത്തിൻ്റെ ഇടയിൽ എനിക്ക് ആക്ച്വലി എൻ്റെ സെലിബ്രേഷൻ തുടങ്ങിയത് ഇന്നല്ല കേട്ടോ, ഒരു 3 ദിവസമായി തുടങ്ങിയിട്ട്. ആദ്യം ഒരു ദിവസം ഫ്രണ്ട്സിൻ്റെ വക ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അടുത്തൊരു പരിപാടി. അതൊക്കെ ഞാൻ അടുത്ത ദിവസം ഞാൻ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്പോട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു കിടു സ്ഥലം. കാട്ടിൻ്റെ നടുക്കാണ് കേട്ടോ ഈ ഒരു ഡോം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സ്പോട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ DM ആയിട്ട് അയച്ചു തരാം. അപ്പോൾ എന്തായാലും ജൂണിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ.